അങ്ങനെ 'ബിഗ് ബോസ്' സീസൺ 7ന്റെ കപ്പ് അനുമോള് തൂക്കി. നമ്മുടെ അനീഷും അനുമോളാണ് ഫൈനൽ 2ല് വന്നിരുന്നത്. അങ്ങനെ ഇന്ന് വോട്ടിംഗ് നിലവാരമൊക്കെ കാണിച്ചു. എത്ര വോട്ടെന്നുള്ളത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഫുൾ കാണിക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല. ലാലേട്ടൻ പറഞ്ഞു, "അങ്ങനെ കാണിക്കുകയൊന്നും വേണ്ട. ഞാൻ തന്നെ അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാമെന്ന്" പറയുന്നു. അങ്ങനെ ലാലേട്ടൻ അനുമോളുടെ കൈകൾ ഉയർത്തുന്നു. അനുമോള് തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. പിആറിന്റെ പേരും പറഞ്ഞ് ഒരുപാട് അനുമോൾക്ക് കേട്ടിട്ടുണ്ട്. പിആർ ഉണ്ടാവാം, വിജയിപ്പിച്ചിട്ടുണ്ടാവാം. ഇന്ന് തന്നെ അവരാ ബിഗ് ബോസിന്റെ നടത്തിപ്പുകാര് തന്നെ പറയുന്നുണ്ടോ, കുറെ ചാനലുകാര്, യൂട്യൂബർമാര്, അത് കണക്ക് തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന 10, 400 പേര്, അതുപോലെ തന്നെ പിആർഎംമാര്, ഇവരെല്ലാം ജീവിക്കുന്നത് ബിഗ് ബോസ് എന്ന ഈ ഷോ കൊണ്ടാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ പിആറിന് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പിആർ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിആറിന് എത്രത്തോളം വോട്ട് കരസ്ഥമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ബിഗ് ബോസ് വേറൊരു കാര്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആദ്യത്തെ വീക്ക് മുതല് ഓരോരുത്തർക്കും കിട്ടിയ വോട്ടിന്റെ ശതമാനം കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുതലേ പിന്നെ നമ്മുടെ അനുമോള് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴൊക്കെ പുള്ളിക്കാരി നോമിനേഷൻ വരുന്നു അപ്പോഴെല്ലാം പുള്ളിക്കാരത്തിക്ക് തന്നെയാണ് വോട്ട് കൂടിക്കൊണ്ടിരുന്നത്. ഇന്ന് അത്ഭുതപ്പെടുകയായിരുന്നു. പിആർ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നവരെല്ലാം വായും പൊളിച്ചിരുന്നു പോയി. അമ്മാതിരിയായിപ്പോയിരുന്നു. എല്ലാ നോമിനേഷനും പുള്ളിക്കാരത്തിക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അനുമോൾ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുന്നു. പിആർ ഉണ്ടായാലും ഇല്ലെങ്കിലും അനുമോൾ കപ്പ് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ അനീഷിനാണെങ്കിൽ പിന്നെ കുറെ ഇവരെ ഉണ്ടല്ലോ, മൈജിക്കാരും അനീഷിന്റെ വീട്ടിലേക്ക് കുറെ വീട്ടുപകരണങ്ങളൊക്കെ സമ്മാനമായി നൽകിയിട്ടുണ്ട്.